വികാരിയച്ഛൻ്റെ വീഴ്ച നാട്ടിലെ ചെറുപ്പക്കാർ പരിഹാരം കണ്ടു. വികാരിയച്ഛൻ 2 തവണ വീഴാനിടവന്നതും തങ്ങളും പ്രിയപ്പെട്ടവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഇനി ആരും വീഴാനിടവരരുത് എന്ന തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചു. നാട്ടിലെ വികാരിയച്ഛനെയും അവർ കൂടെ കൂട്ടി. ഏത് നാട്ടിലും ഉണ്ടാകും നാടിനെ സ്നേഹിക്കുന്ന, നാട്ടിൽ തുടരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ. നാടിനോ നാട്ടുകാർക്കോ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പരിഹാരം കാണാൻ തെല്ലും ഭയക്കാതെ മുന്നോട്ട് നീങ്ങുന്ന ചിലർ. ഞാൻ ഇന്നൊരു നാടിനെയും ആ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരെയും പരിചയപ്പെടുത്തുകയാണ്. നാട്ടിലൊരു പൊതുപ്രശ്നം രൂപപ്പെട്ടപ്പോൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ അവർ ഒരുമിച്ചു. അങ്ങനെ അവർ ഒരുമിച്ച് നിന്ന് അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടു. ഈ നാടിനെയും നാട്ടുകാരെയും കുറിച്ച് മുമ്പും നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കൈനഗിരിയിലെ കുട്ടമംഗലം എന്ന പ്രദേശമാണിത്. ഇന്നും വെള്ളപ്പൊക്കത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് കരകയറാത്ത വീടുകൾ ഇവിടെയുണ്ട്. വെള്ളം വീടിനുള്ളിലേക്ക് എത്തിയെങ്കിലും നാട്ടിലെ കുടിവെള്ളം നിലച്ചിട്ട് മാസങ്ങളായി എന്നുള്ളതും ഒരു വിരോധാഭാസമാണ്. എന്നാൽ ഞാൻ ഇന്ന് പറയുന്നത് ഈ നാട്ടിൽ ഉയർന്നു വന്ന മറ്റൊരു പ്രതിസന്ധിയെക്കുറിച്ചും അതിനെ അവർ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചുമാണ്. മഴയെ തുടർന്ന് അവരുടെ വഴി തീർത്തും യാത്രായോഗ്യമല്ലാതായി മാറി. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതിലും പരിതാപകരമായിരുന്നു ഈ വഴിയിലൂടെയുള്ള യാത്ര. സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുകുട്ടികളെയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ വഴി ബുദ്ധിമുട്ടിലാക്കുന്നത് നാടിനെക്കുറിച്ചും നാടിൻ്റെ അവസ്ഥയെക്കുറിച്ചും നന്നായി അറിയാവുന്ന ചെറുപ്പക്കാർക്ക് വെറുതെ അങ്ങ് കണ്ടു നിൽക്കാനാകുമായിരുന്നില്ല. തങ്ങൾ ഇനിയും വൈകിയാൽ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി അവർ ഒരുമിച്ച് നിന്നു. ഒറ്റക്കെട്ടായി ഇതിന് താൽക്കാലികമായ ഒരു പരിഹാരം കണ്ടു. നാട്ടിലും വിദേശത്തുമുള്ള എല്ലാ ചെറുപ്പക്കാരും ഒരുപോലെ അതിനുവേണ്ട പിന്തുണ നൽകി. ആ നാട്ടിലെ വികാരിയച്ഛനും അവർക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്നു. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ സ്വന്തം നാടിന് വേണ്ടി ആവേശത്തോടെ, ഉത്സാഹത്തോടെയാണ് അവർ ഒരുമിച്ച് നിന്ന് അധ്വാനിച്ചത്. കുട്ടമംഗലം ഇടവകപ്പള്ളിയുടെ വികാരിയായ മിജോ അച്ഛനും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നാടിൻ്റെ ഒരു ആവശ്യം തന്നെയായിരുന്നു ഈ ഒരു വഴി നേരെയാക്കുക എന്നുള്ളത്. നാടിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ഈ വഴിയിലൂടെയാണ് നമ്മുടെ ഈ നാട്ടിലുള്ള സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. ജോലി ആവശ്യത്തിന് വേണ്ടി എല്ലാവരും പോകുന്നുണ്ട്. പിന്നെ ഞാനും ഈ വഴി കൂടെയാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ അനുഭവം കൂടെ പറയുകയാണെങ്കിൽ സൈക്കിളിൽ പോയപ്പോഴും നടന്നു പോയപ്പോഴും ഓരോ പ്രാവശ്യം ഈ വഴിയിൽ തന്നെ തെന്നി വീഴാനായിട്ട് ഇടയായി. പക്ഷെ എന്നാൽ പോലും അതൊന്നും കാര്യമായിട്ടെടുക്കാതെ നമ്മൾ മുന്നോട്ട് പോയി. എങ്കിലും ഈ ഒരു വഴിയുടെ അപകടാവസ്ഥ തരണം ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ടെടുത്ത ഒരു കാൽവയ്പ്പാണ് ഇന്ന് അതൊരു വിജയമായിട്ട് അവസാനിച്ചിരിക്കുന്നത്. ഒരു നല്ല വഴി നമുക്ക് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് സമ്മാനിക്കാനായിട്ട് കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധിച്ചു എന്നത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നു. അത് എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്രദേശത്തുള്ളവരുടെ എല്ലാം ആവശ്യമായിട്ട് വന്നതുകൊണ്ടാണ് അത് അവർ ഒരുമിച്ച് തന്നെ നിന്ന് അതിനെപ്പറ്റി കാര്യങ്ങൾ ഗൗരവമായിട്ട് അവർ ചിന്തിച്ച് ഇതിനിറങ്ങി തിരിച്ചത്. ഇപ്പോൾ പല സമയങ്ങളിലായിട്ട് പലരും വന്നു പോകുന്നു പറഞ്ഞാൽ ചിലർ ക്ഷീണം കാരണം ചിലപ്പം ഒന്ന് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരുന്നൊരു സാഹചര്യം. എന്നാൽ ഉടനീളം മുഴുവൻ സമയവും ഏകദേശം 50 പേരോളം. അപ്പം എല്ലാം കൂടെ 50 പേര് കൂടുതൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും അവരോടൊപ്പം നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായിട്ട്, പ്രത്യേകിച്ച് വഴിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ നല്ലൊരു വഴിയാക്കി മാറ്റാനായിട്ട് സാധിച്ചതിലുള്ള സന്തോഷം ഈ സമയം അറിയിക്കുകയാണ്. ഇതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കണ്ടെത്തിയത്? നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ട് വീടുകളിൽ നിന്നും ഒരു ചെറിയ തുക വെച്ച് പിരിച്ച് അതൊരു വലിയ തുകയാക്കി മാറി. പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറും ഒരു നല്ലൊരു തുക തന്ന് നമ്മളെ സഹായിച്ചതിൻ്റെ പേരിൽ സഹായിച്ചതുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ വിപുലമായിട്ട് വൃത്തിയായിട്ട് ഈ വഴിയെ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. നാട്ടിലെ യുവാക്കൾ ഒരുമിച്ചപ്പോൾ എല്ലാവരും അവർക്ക് ഒരുപോലെ പിന്തുണ നൽകി. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട മുഖങ്ങൾ മാത്രമല്ല, വീഡിയോയിൽ ഭാഗമാകാത്തതും ഇപ്പോൾ നാട്ടിലില്ലാത്തതുമായ ഒരു പറ്റം ചെറുപ്പക്കാരും ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചു. അതുപോലെ മിജോച്ചൻ പറഞ്ഞതുപോലെ പലരും ഇടയ്ക്ക് വന്ന് പോയതുകൊണ്ട് എല്ലാവരും വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും സംശയമാണ്. ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവർ വീണ്ടും ഒരു മനമായി നാടിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുമെന്ന് അറിയുവാൻ കഴിഞ്ഞു. കാരണം വഴിമൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് പൂർണ്ണമായും ഒരു പരിഹാരമായിട്ടില്ല.
എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത്, വീഡിയോ കണ്ട പലരുടെയും മനസ്സിൽ ഇത് വഴിയാണോ, ശാശ്വതമായ ഒരു റോഡെന്ന് ഇതിനെ വിളിക്കാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരാം. എന്നാൽ ഞാൻ പറയട്ടെ, ഇവരുടെ നിലവിലെ യാത്രാ ക്ലേശത്തിന് ഒരു പരിഹാരം എന്നോണമാണ് ഇവർ ഇതിന് മുന്നിട്ടിറങ്ങിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നിൻ്റെ യുവത്വം നാടിനു വേണ്ടി ഒരുമിച്ച് നിന്നാൽ നമ്മുടെ നാട്ടിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് ഈ ചെറുപ്പക്കാർ തെളിയിച്ചു. പ്രതിസന്ധികൾക്കെതിരെ നാടിൻ്റെ അടിയന്തര ആവശ്യത്തിനായി കുറച്ചുപേർ മുന്നിട്ടിറങ്ങിയാൽ എല്ലാവരും നമുക്കൊപ്പം നിൽക്കും. കുട്ടമംഗലം പ്രദേശത്തെ ചെറുപ്പക്കാർക്കും എല്ലാ അർത്ഥത്തിലും അവരിൽ ഒരാളായി, ആ നാട്ടുകാരനായി കൂടെ നിൽക്കുന്ന മിജോ അച്ഛനും MJ TV യുടെ ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഇത് അനേകർക്ക് മാതൃകയാവട്ടെ.